ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും പുരോഗതി ആർജിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇത് കേരളത്തിന്റെ സവിശേഷമായ മുന്നേറ്റമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഹിന്ദു സാംബവർ മഹാസമാജത്തിന്റെ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന 12ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന വനിതാ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചിഞ്ചുറാണി. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് പട്ടികജാതിയെന്നില്ല, പട്ടികവർഗമെന്നില്ല, മറ്റിതര സമുദായങ്ങളെന്നില്ല, എല്ലാ സമുദായക്കാരെയും ഒരുപോലെ കാണുവാൻ, അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുവാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കേരളം സ്ഥാനം പിടിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം കാണാതെ പോകാൻ കഴിയില്ലെന്നും തന്റെ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. മണിപ്പൂരിൽ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് അവരെ റോഡിന്റെ മധ്യത്തിലൂടെ നൂൽ വസ്ത്രമില്ലാതെ വലിച്ചിരിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ, നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതൊക്കെ ലോകത്തെ ജനങ്ങൾ, രാഷ്ട്രീയ തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളവും മോശമല്ല. കേരളം സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിലും ഈ കേരളത്തിൽ നമുക്കറിയാം, അത്തരത്തിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കുവാൻ പറ്റാവുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ നിന്നും. പീഡനങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നു. വിദ്യാസമ്പന്നമായ കേരളമെന്ന് നമ്മളെപ്പോഴും പറയും. 100% സാക്ഷരത കൈവരിച്ച നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ SVS സംസ്ഥാന പ്രസിഡന്റ് ജയശ്രീ ബാബു അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് വിഭാഗം CI CT സഞ്ജയ് മുഖ്യപ്രഭാഷണം നടത്തി. SYS ഭാരവാഹികളായ ദിൽജിത്ത് P രാജു, മോബിഷ് മോഹൻ, വിജയമ്മ സോമൻ, ഷൈനി ശശി, സരോജം കേളപ്പൻ, ദീപക് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ആലപ്പുഴ ജില്ലാതല വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. വഴിച്ചേരി സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമാപന സമ്മേളനം ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വർഷവും മെയ് 12 അന്തർദേശീയ നഴ്സ് ദിനമായി ആചരിക്കുന്നു. ഇന്ന് 204ാമത് ജന്മദിനം. അതുപോലെ നമ്മൾ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നഴ്സസ് വാരാഘോഷമായി ആഘോഷിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതാണ്. കാര്യം മാനസിക ഉല്ലാസം കൂട്ടുന്നതിന് വളരെ പ്രയോജനകരമാണ്. അത്രമേൽ കഠിനമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി. എല്ലാവർക്കും അറിയാം നഴ്സുമാരുടെ ജോലി. ചിലപ്പോൾ ഒരു നന്ദി വാക്ക് പോലും പറയാതെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആകുകയാണ് എന്ന് പോലും പറയാതെ പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും ശ്രമമില്ലാതെ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്തും നമ്മുടെ പ്രളയകാലത്തും ക്യാമ്പെന്ന് പറഞ്ഞാൽ സ്കൂളോ ഏതെങ്കിലും ഹോളൊക്കെ ആയിരിക്കും, അവിടെയും ഒരു സൗകര്യമില്ലാത്തടത്ത് പോലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്നാണ് ഒരു CFLTC ഫോം ചെയ്തിട്ട് അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറയുന്നത്. ഒരു തടസ്സവും പറയാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. നഴ്സസ് അവാർഡ് ദാനവും S സന്തോഷ് കുമാർ നിർവഹിച്ചു. സമ്മേളനത്തിൽ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ T ബിനോയ് അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ AT സുലേഖ, വണ്ടാനം ചീഫ് നഴ്സിംഗ് ഓഫീസർ MA ബിന്ദു, ആലപ്പുഴ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ T മാത്യു, ജില്ലാ നഴ്സിംഗ് ഓഫീസർ PR ജയശ്രീ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ L ഷീനാലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും റാലിയായിട്ടായിരുന്നു നഴ്സുമാർ സമ്മേളന നഗറിൽ എത്തിച്ചേർന്നത്. ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് KK ജയ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ചമ്പക്കുളം പഞ്ചായത്ത് 2-3 വാർഡുകളുടെ അതിർത്തിയിലുള്ള 300ഓളം കുടുംബങ്ങൾ ശുദ്ധജലമില്ലാതെ ദുരിതത്തിൽ. സമീപത്തെ നാട്ടുതോടും മലിനമായതോടെ പ്രാഥമിക ആവശ്യത്തിനും ജലമില്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ. വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. പലയിടത്തും പൊതു ടാപ്പുകളിൽ വെള്ളമെത്തുന്നില്ല.
പഞ്ചായത്ത് ഇടയ്ക്കൊക്കെ വാഹനങ്ങളിൽ ശുദ്ധജല വിതരണം നടത്തുന്നുണ്ടെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും എത്തുന്നില്ലെന്ന പരാതിയുണ്ട്. ജലാശയങ്ങളിൽ ഉപ്പുവെള്ളം നിറഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ജലം വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇതിനിടെ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്ന് നാട്ടുതൊട്ടിലേക്കും ആറ്റിലേക്കും വൈക്കോൽ ചീഞ്ഞ ജലം പമ്പ് ചെയ്യുന്നതും ദുരിതം ഇരട്ടിയാക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 2-3 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന നാട്ടുതോട്ടിലും സ്ഥിതി വിഭിന്നമല്ല. AC കനാലിൽ പള്ളിക്കുട്ടുമ്മ പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച് പുളുങ്ങുന്ന ആശുപത്രി പാലത്തിന് സമീപം അവസാനിക്കുന്ന തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ ചൊറിച്ചിലും മറ്റസുഖങ്ങളും പിടിപെട്ടു തുടങ്ങി. ഇതിൻ്റെ 2 സൈഡുകളായിട്ട് 200-300 അടുത്ത് വീടുകളാണ് ഇതിൻ്റെ 2 സൈഡിലും താമസിക്കുന്നത്. ആ വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കാണില്ല. ഒരു ആലപ്പുഴ കനാലിനെക്കാട്ടിലും മോശമായിട്ടുള്ള വെള്ളമാണ് ഈ ഇവിടെ തന്നെ കിടക്കുന്നത്. അതുകൂടാതെ ചേപ്പിലാക്ക പാടശേഖരത്തിലെ കൊയ്ത്ത് കച്ച് കഴിഞ്ഞ വെള്ളം ഇപ്പം പമ്പ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് 2 സർവീസ് വാല് തന്നെ പുറത്തോട്ട് ആറ്റിലോട്ടുണ്ട്. അത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി സെക്രട്ടറിയോട് പറഞ്ഞു അത് ഇവിടുത്തെ തോട്ടിലോട്ടുള്ള നിർത്തിയിട്ട് ആറ്റിലോട്ടുള്ള സർവീസ് വാർ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പുള്ളി നിർബന്ധമായിട്ട് പറയില്ല, ഇത് കൂടെ ചെയ്യും. ഈ തോട്ടിലെ വെള്ളം കൂടെ മോശമാകുന്ന രീതിയിലാണ് പുള്ളി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ പല ആൾക്കാരും ചൊറിച്ചിലുണ്ട്, ദേഹം മുഴുവൻ കുരുക്കളായിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാം? മീനുകൾ ചത്തുപോയി കിടക്കുന്നു. ഇതിനെതിരെയാണ് ഈ നാട്ടുകാർ ഇപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ തോട്ടിൽ ഈ കാണുന്ന കലക്കവെള്ളമാണ് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ മോള് മിനിങ്ങാന്ന്, ഞാൻ 2 പെൺപിള്ളാരുടെ അപ്പനാണ്. എൻ്റെ മോളും മിനിങ്ങാന്ന് പ്രസവിച്ച് ഈ വെള്ളത്തിലാണ് എനിക്ക് എപ്പോഴും വെള്ളം വിലയ്ക്ക് മേടിച്ചിട്ട് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഈ വെള്ളം ഒരു ഫിൽറ്റർ പോലും എനിക്കില്ല. ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കാണുന്ന ജനം മനസ്സിലായിക്കോട്ടെ. ചേപ്പിലാക്ക പാടശേഖരത്തിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് പമ്പ് ചെയ്തതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിച്ചത്. പ്രദേശവാസികളിൽ പലരും പുളുങ്ങുന്ന ഭാഗത്തു നിന്നും വെള്ളം പ്രാഥമിക ആവശ്യത്തിനായി വാഹനങ്ങളിലും തലച്ചുമടായും എത്തിക്കുകയാണ്. ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആകാറായി. ഈ പാടത്ത് ഇവർക്ക് മോട്ടർ അടിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇവർ ഇതിനൊരു തീരുമാനം എടുക്കണമായിരുന്നു. അവർക്ക് കാശിന് വേണ്ടിയിട്ട് പാടത്തിൻ്റെ സെക്രട്ടറി ആ പാടം അവർ താറാവുകാർക്ക് കൊടുത്തു. താറാവുകാരെ കൊണ്ട് 1.5-2 മാസത്തോളം അവർ താറാവ് തീറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പിന്നെ ട്രില്ലർ ഇറക്കി ഈ പാടം ഈ മോട്ടർ അടിച്ചിറക്കിയത് കൊണ്ടാണ് ഈ തോടി ഈ പരുവത്തിലായത്. എന്നാൽ 1-ാം തരം വെള്ളം ഈ തോടിയിൽ കൊണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോടായത്. ഈ പരുവത്തിലായത് ഈ മോട്ടർ അടിച്ചിറക്കിയത് കൊണ്ട് മാത്രമാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പ്രസിഡന്റ് പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് ഇട്ട് ഇതൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല. പുള്ളി പുള്ളി മോട്ടർ ഓടിക്കുമെന്നാണ് പറയുന്നത്. കമ്മിറ്റിക്കാർ പറഞ്ഞാൽ പുള്ളി മോട്ടർ ഓടിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ മോട്ടർ ഓടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ കുടിവെള്ളം ഒന്നാമത്തെ കാര്യമില്ല. രണ്ടാമത് ഞങ്ങൾക്ക് ആറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തോടിൻ്റെ അങ്ങ് അറ്റത്തായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ വെള്ളം അടിച്ചിറക്കുന്നതാണ് അതിങ്ങോട്ട് പോരുന്നത്. ഇതുപോലെ തന്നെയാണ് ആറ്റ് കണക്ഷൻ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുമില്ല. എന്നാന്ന് വെച്ചാൽ ഈ വെള്ളം മണമുള്ള വെള്ളമായതുകൊണ്ട് അവർ മോട്ടർ നിർത്തിയിട്ടിരിക്കുവാണ്. ഈ പാടത്തോട് കാണിക്കുന്ന ഈ തോടിനോട് കാണിക്കുന്ന വേറെ നീതികേടാണ് ഈ പാടത്തിരിക്കുന്നതിൻ്റെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന പുള്ളിക്കാരൻ. നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത്, ഒരു കൊച്ചു പ്രസവിച്ച് കിടക്കുക. ഇന്ന് ഇവിടുന്ന് ഗംഗാർ കടവിൻ്റെ അവിടെ പോയാണ് ഞാൻ തുണി കഴിച്ച് വന്നിരിക്കുന്നത്. ആറ്റിലേക്ക് നേരിട്ട് പമ്പ് ചെയ്ത് വെള്ളം വറ്റിക്കാമെന്നിരിക്കെ പാടശേഖരം മനഃപൂർവ്വം തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ജലം മലിനമാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പമ്പിംഗ് ഉടൻ നിർത്തിവെക്കുന്നതിനും തോട് വൃത്തിയാക്കുന്നതിനും പഞ്ചായത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ. തിരുവല്ല നിരണത്തുള്ള സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞയാഴ്ച താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നിരവധി താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. തുടർന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ അയച്ച് പരിശോധന നടത്തുകയായിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ തുടങ്ങിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. കേരള NGO സംഘിന്റെ ആഭിമുഖ്യത്തിൽ ജലഗതാഗത വകുപ്പ് ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആലപ്പുഴ ബോട്ടുചെട്ടിക്ക് സമീപം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. ജീവനക്കാരുടെ ലൈസൻസ് പുതുക്കൽ, പരിശീലനം, സ്പെഷ്യൽ റൂൾ മുതലായ വിഷയങ്ങളെക്കുറിച്ച് ജലഗതാഗത വകുപ്പ് ജീവനക്കാരോട് വിശദീകരിക്കുന്നതിനായിട്ടാണ് യോഗം ചേർന്നത്. സംഘടനാ സംസ്ഥാന സെക്രട്ടറി J. മഹാദേവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 108-ലധികം വകുപ്പുകൾ നമ്മുടെ ആലപ്പുഴയും തമ്മിലുള്ള ബന്ധം, ജലഗതാഗതം ഏറ്റവും കൂടുതൽ സജീവമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആലപ്പുഴ സിവിൽ സ്റ്റേഷന്റെ അനക്സ് കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 7 നിലകളിലധികമുള്ള ഒരു വലിയ കെട്ടിടത്തിലാണ്
ഇവിടെയുള്ള സർവ്വസാധാരണമായിരിക്കുന്ന മറ്റു വകുപ്പുകളുടെ ജില്ലാതലത്തിലും ജില്ലാതലത്തിനും താഴെയുള്ളതുമായ ഓഫീസ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു ഡയറക്ടറേറ്റ് എന്ന നിലയ്ക്ക് ജലഗതാഗത വകുപ്പിന്റെ ഡയറക്ടറേറ്റ് ഓഫീസും ഇവിടെയുള്ള സാധാരണ ഒരു ബ്ലോക്കിലെ ഒരു ഓഫീസും തമ്മിലുള്ള കെട്ടിടവും അല്ലെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യങ്ങളും ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കും സംസ്ഥാന ഭരണകൂടം എങ്ങനെയാണ് ജലഗതാഗത വകുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന്. യോഗത്തിൽ കേരള NGO സംഘ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KR ദേവിദാസ്, ശ്രീജിത്ത് കരുമാടി, CT ആദർശ് തുടങ്ങിയവർ സംസാരിച്ചു. പഠിക്കാൻ സമയം പോരെന്ന് പറയുന്നവർ പുറക്കാട് സ്വദേശിനി അനുഗ്രഹയെ കണ്ടുപഠിക്കണം. സ്വന്തം ഗോശാലയിൽ പശുക്കളെ പരിപാലിച്ചും നെൽകൃഷിയിൽ പിതാവിനെ സഹായിച്ചുമൊക്കെയായിരുന്നു അനുഗ്രഹയുടെ പഠിത്തം. പഠനകാലത്ത് ഒരിക്കൽ പോലും ട്യൂഷന് പോകാത്തെയും ഇടുക്കി SSLC പരീക്ഷയിൽ നേടിയത് എല്ലാ വിഷയങ്ങൾക്കും A+. പുറക്കാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ കമ്മത്തിപ്പറമ്പ് മഠം ഗിരീഷ് സംഗീത ദമ്പതികളുടെ മകൾ അനുഗ്രഹ ജി ഭട്ട് SSLC കടമ്പ കടന്നത് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയാണ്. പഠിക്കാൻ സമയം കുറവാണെന്ന് പറയുന്നവർക്ക് അനുഗ്രഹയെ മാതൃകയാക്കാം. ഇവരുടെ വീട്ടുമുറ്റത്ത് ഒരു ഗോശാലയുണ്ട്. ഇവിടെ സഹോദരി ആർദ്രയ്ക്കൊപ്പം ചേർന്ന് അനുഗ്രഹ പരിപാലിക്കുന്നത് 12ഓളം പശുക്കളെ. ഇതിൽ കറവയുള്ളത് 4 എണ്ണം. സഹോദരിമാർ ഇരുവരും 5 മണിയോടെ ഉണരും. കണ്ണും തിരുമ്മി എത്തുന്നത് വീട്ടുമുറ്റത്തെ കാലിത്തൊഴുത്തിലാണ്. ആദ്യം ഒരാൾ ചാണകം നീക്കി തൊഴുത്ത് വൃത്തിയാക്കും. ഈ സമയം അടുത്ത ആൾ ഗോക്കളെ കുളിപ്പിക്കും. ഇവർ തന്നെയാണ് പശുക്കളെ കറക്കുന്നതും. ഒരാൾ സൊസൈറ്റിയിൽ പാൽ കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ പശുവിന് പുല്ല് ചെത്താൻ പോകും. ഇതിനു ശേഷമാണ് സ്കൂളിൽ പോകുന്നത്. ഇവർക്ക് കുറച്ച് കൃഷിയുണ്ട്. സ്കൂൾ വിട്ടു വന്നാൽ ഇവിടെയും പിതാവിനെ സഹായിക്കാൻ ഇരുവരും ഒപ്പമുണ്ടാവും. ഇതിനിടെ ഇരുവരും ശാസ്ത്രീയ സംഗീതവും പഠിക്കുന്നുണ്ട്. ഇതിനെല്ലാം എങ്ങനെ സമയം കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ അതിനും അനുഗ്രഹയ്ക്ക് ഉത്തരമുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാനസിക സംഘർഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വാങ്ങിച്ചത്. ആദ്യമൊക്കെ ഭയങ്കര അറപ്പും ഇതൊക്കെ ആയിരുന്നു. നമ്മൾ പശുവിനെ തൊടാനാണെങ്കിലും ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഒരു വർഷമൊക്കെ ആയപ്പം ആ പേടിയെല്ലാം മാറി. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് പിന്നെ മാറ്റാൻ ഒരു ഇവർ നമ്മുടെ ചേച്ചി അനിയത്തി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പോലെ തന്നെയായി മാറി. അതുകൊണ്ട് പിന്നെ ഇവരെ നമ്മൾ ഇതിനെ വിൽക്കാനായിട്ട് നമുക്കൊരു വിഷമം തോന്നിയോണ്ട് പിന്നെ ഇതിനെ വിൽക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് പിന്നെ പഠനത്തോടൊപ്പം ഇവർ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കാരണം അന്നത്തെ ഒരു കാലത്ത് വേറെ പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം കൊറോണ ടൈമിൽ എല്ലാവരും അടച്ചുപൂട്ടിയിരിക്കുമായിരുന്നല്ലോ. അപ്പം അപ്പോഴത്തെ കാലത്ത് പശു എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പം നല്ലൊരു ഹോബിയും ഹാപ്പിനെസ്സൊക്കെ തരുന്നുണ്ട്. പിന്നെ ഈ ഹാപ്പിനെസ്സിനെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരു മനസ്സ് തോന്നിയില്ല. അതുകൊണ്ടിപ്പം 3 വർഷമായിട്ട് നമ്മൾ പശുവിനെ വളർത്തുന്നു. പിന്നെ ഇവരെ നോക്കി കഴിഞ്ഞുള്ള ബാക്കി സമയത്താണ് ഞങ്ങൾ പഠിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇവരുള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കാതെ പോകുന്നില്ല, എല്ലാം നടക്കുന്നുണ്ട്. ഇന്നേ വരെ അനുഗ്രഹ ട്യൂഷന് പോയിട്ടില്ല. സമയനിഷ്ഠയുണ്ടെങ്കിൽ ട്യൂഷന്റെ ആവശ്യമില്ലെന്നാണ് ഈ മിടുക്കി പറയുന്നത്. ഓരോ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി മനഃപ്പാഠമാക്കുവാൻ 1-2 മണിക്കൂർ മതി. പഠിപ്പിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ അവധി ദിവസം സ്വയം ചോദ്യങ്ങൾ തയ്യാറാക്കി പരീക്ഷ എഴുതും. ഇങ്ങനെ പഠിച്ചാണ് ഇത്തവണ SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അനുഗ്രഹ പഠനകാര്യത്തിലെന്ന പോലെ പൊതുവിജ്ഞാനത്തിലും മുന്നിലാണ്. 2021 സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ച കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ ഡയറി ക്വിസ് മത്സരത്തിലും 2022 നടന്ന അമ്പലപ്പുഴ ബ്ലോക്ക് തല മത്സരത്തിലും 1-ാം സ്ഥാനം നേടിയിരുന്നു. സ്കൂളിൽ നിന്നും കൂട്ടുകാർ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്നത് കാലിത്തൊഴുത്തിൽ പശുക്കൾക്കൊപ്പമാണ്. ഒരു കരളിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം, ഒരു കരളിൻ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം. ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം കഴിഞ്ഞ ദിവസം നടന്നു. SSLC 1982 ബാച്ച് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചത്. തങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ അധ്യാപകരെയും കൂട്ടുകാരെയും അനുസ്മരിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സാനിച്ചൻ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് MJ ശാന്തപ്പൻ അധ്യക്ഷനായി.
42 വർഷമായി പലരും ഈ മേഴ്സി പറഞ്ഞതൊക്കെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായി പലർക്കും. അതുകൊണ്ട് ആരെ കിട്ടാനാണെന്നൊക്കെ വിചാരിച്ചത് നമ്മുടെ കൊച്ചറിനെ എഴുതിയിരിക്കാം. ആദ്യമേ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് കാരണമായത് കൊച്ചറിനാണ്. കൊച്ചറിന് അന്ന് 82 സ്കൂളിൽ വരുമ്പോൾ വളരെ പമ്പിപ്പമ്പ് നടത്തുന്ന കൊച്ചറിന് ഇന്ന് സ്റ്റാറാണ്. കൊച്ചറിനെ പ്രത്യേകിച്ചുണ്ട്. മുണ്ടക്കയം സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ടോം ജോസ്, ഫാദർ ജോസഫ് MK മണ്ണൂപ്പറമ്പ്, ഫാദർ ജോസഫ് അയ്യങ്കരി, സിസ്റ്റർ ലിൻസ് മെരിയ, KJ മേഴ്സി, J രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് MJ ശാന്തപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. മാതൃപിതൃവേദി നാലുകോടി സെന്റ് തോമസ് യൂണിറ്റ് വാർഷികവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും നടന്നു. നാലുകോടി പള്ളി ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എബ്രഹാം മുതുപ്ലാക്കൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടി ആരംഭിച്ചത്. നാലുകോടി പള്ളി വികാരി ഫാദർ സഖറിയാസ് കരിവേലിൽ പ്രവർത്തന വർഷ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യൂണിറ്റ് പിതൃവേദി പ്രസിഡന്റ് സിബിച്ചൻ കുത്തുകല്ലുങ്കൽ അധ്യക്ഷനായിരുന്നു. ഫൊറോന ഡയറക്ടർ ഫാദർ ചെറിയാൻ കക്കുഴി മുൻ മാതൃവേദി പ്രസിഡന്റുമാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നാലുകോടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേട്ട് മാർഗരേഖ പ്രകാശനം ചെയ്തു. ആനിമേറ്റർ സിസ്റ്റർ ഡാലിയ CMC, അതിരൂപത പിതൃവേദി സെക്രട്ടറി ജോഷി കൊല്ലാപുരം, വൈസ് പ്രസിഡന്റ് സാലിമ ജോസഫ്, മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് മിനി സിബി, സെക്രട്ടറി ബിജിമോൾ ജോൺകുട്ടി, ട്രഷറർ ജോസ് P ദേവസ്യ എന്നിവർ സംസാരിച്ചു. ഫൊറോന തലത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ സിവിൽ സ്റ്റേഷനിലെ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിലെ ആവശ്യങ്ങൾക്കായി ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ 7 സീറ്റർ AC മഹീന്ദ്ര ബൊലെറോ വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇതിനായി മുദ്രവെച്ച കവറിൽ കൊട്ടേഷൻ ക്ഷണിച്ചു. വാഹനം 2020 ശേഷം ടാക്സിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കണം. കൊട്ടേഷൻ 17-ന് 3 മണിക്കകം ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04772251 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 പാസ്സായ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ 21-ന് ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തും. കരിയർ ഗുരു പ്രൊഫസർ PR വെങ്കിട്ടരാമൻ സെമിനാറിന് നേതൃത്വം നൽകും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി ആദരിക്കും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 200 പേർക്കാണ് സെമിനാറിൽ പ്രവേശനം. വിവരങ്ങൾക്ക് 8891101037 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ കോട്ടയം പാമ്പാടി അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ VR ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. AR VR ഡെവലപ്പർമാരാകാനും 3D വെർച്വൽ എൻവയോൺമെന്റ് വികസിപ്പിക്കാനും യൂണിറ്റി പോലുള്ള വീഡിയോ ഗെയിം എഞ്ചിനുകളുമായി പ്രവർത്തിക്കാനും പരിശീലിപ്പിക്കുന്ന കോഴ്സിന് യൂണിറ്റി സർട്ടിഫിക്കേഷൻ ലഭിക്കും. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8921636122 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.